യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മൾ യോസേപ്പ് പിതാവിന് തിരുനാൾ ഒരുക്കമായിട്ടുള്ള വിവിധങ്ങളായ ചിന്തകളിലൂടെ കടന്നു പോവുകയാണല്ലോ. ഇന്ന് നമ്മൾ യോസേപ്പ് പിതാവിൻ്റെ അനുസരണത്തെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കുക. യോസേപ്പ് പിതാവിൻ്റെ അനുസരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു നല്ല യഹൂദനായിരുന്ന യോസേപ്പ് തീർച്ചയായിട്ടും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും, ഓരോരുത്തർക്കും പൂർത്തിയാക്കാനായിട്ട് ഒരു ദൗത്യം ഈ ഭൂമിയിലുണ്ട്. അങ്ങനെ ദൈവഹിതത്തിന് കാതോർത്തിരുന്ന ഒരു യോസേപ്പ് പിതാവാണ് നമുക്കുള്ളത്. യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ചെന്നാണ് പറയാം. ഒരു കുറവും കൂടാതെ ദൈവത്തെ അനുസരിച്ചു എന്ന് പറയുമ്പോൾ യോസേപ്പ് പിതാവിൻ്റെ അനുസരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തുടക്കത്തിൽ തന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ ക്ഷണം, യുക്തിക്ക് അതീതമായ കാര്യങ്ങളായിട്ട് പോലും ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് സ്വീകരിക്കാനായിട്ട്, ഗർഭിണിയായ മറിയത്തെ സ്വീകരിക്കാനായിട്ട് യോസേപ്പ് പിതാവ് സമ്മതം കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് രണ്ടാമത്തെ സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബേത്ലഹേമിലേക്ക് പേരെഴുതിക്കാനായിട്ട് പോകാൻ പറയുമ്പോൾ അതനുസരിച്ച് പോവുകയും ആ ത്യാഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന യോസേപ്പ് പിതാവ്. മൂന്നാമതായിട്ട് നമുക്കറിയാം, ബേത്ലഹേമിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള പലായനം, ഒരു നാടും പേരും ഊരും ഒന്നും അറിയത്തില്ലാത്തൊരു ദേശത്തേക്ക് വേറെ ത്യാഗത്തോടു കൂടി യോസേപ്പ് പിതാവ് പോവുകയാണ്, ദൈവത്തിൻ്റെ വാക്ക് മാത്രം വിശ്വസിച്ചുകൊണ്ട്. നാലാമതായിട്ട് അവിടെ നിന്ന് നസ്രത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി ദൈവം ആവശ്യപ്പെടുമ്പോൾ അതിന് ഒരു വിസമ്മതവും പറയാതെ, എന്നാൽ അതൊരു അപകടമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നസ്രത്തിൽ വന്ന് താമസിക്കാനായിട്ടാണ് പറയുന്ന ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്ന യോസേപ്പ് പിതാവ്. പിന്നെ നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യോസേപ്പ് പിതാവിൻ്റെ ഈ അനുസരണം, ഒരു മൗനമായ അനുസരണം നമുക്കറിയാം. ദൈവം നല്ലത് മാത്രമേ തരുള്ളൂ എന്നുള്ള ഒരു അനുസരണത്തിൻ്റെ പ്രത്യേകത. രണ്ട്, ഇതിനകത്തൊരു ത്യാഗപൂർണമായ അനുസരണമാണ്. ഈ ത്യാഗപൂർണമായ അനുസരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും അനുസരിക്കുന്നതിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു ക്ലേശവും തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് വലിക്കാനായിട്ട് കാരണമായി തീരുന്നില്ല. മൂന്നാമതായിട്ട് യോസേപ്പ് പിതാവിൻ്റെ ഈ അനുസരണം എന്ന് പറയുമ്പോൾ വാക്കുകളിലൂടെ അധികം ഇല്ല, പ്രവൃത്തിയിലൂടെയാണ് കാണിക്കുക. പ്രവൃത്തിയിലൂടെ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെന്ന് യോസേപ്പ് പിതാവ് ജീവിതം കൊണ്ട് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ യോസേപ്പ് പിതാവ് അടങ്ങിയിരുന്ന ഈ അനുസരണം എന്നുള്ള വലിയ സുഹൃതം, അതായത് ദൈവഹിതത്തിന് ദൈവം അറിയാതെ ദൈവം ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്യുന്നതുവൾ ദൈവത്തെ പൂർണ്ണമായിട്ട് വിധേയപ്പെടുകയാണ് എന്നുള്ള ഒരു ബോധ്യമാണ് നമുക്ക് തരേണ്ടത്. അതുകൊണ്ട് ഈ തിരുനാൾ ദിവസം യോസേപ്പ് പിതാവിനോട് യോസേപ്പ് പിതാവ് ദൈവത്തെ അനുസരിച്ചതുപോലെ, പൂർണ്ണമായിട്ട് അനുസരിച്ചതുപോലെ ദൈവത്തെ അനുസരിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യോസേപ്പ് പിതാവ് നമുക്ക് വേണ്ടി മാർഗ്ഗദർശനം വഹിക്കട്ടെ. യോസേപ്പ് പിതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ജപം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും ദിവ്യജനനിയുടെ വിരക്ത ഭർത്താവുമായ മാർ യൗസേപ്പെ, ഞങ്ങൾ ആത്മശരീര നൈർമല്യത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ. ലോകത്തിൽ നടമാടുന്ന തിന്മകളെയും വിപത്തുകളെയും മനസ്സിലാക്കി ഞങ്ങൾ അവധാനപൂർവ്വം വർദ്ധിക്കുവാൻ സഹായിക്കണമേ. വന്ധ്യപിതാവേ, അങ്ങും അങ്ങേ മണവാട്ടിയായ പരിശുദ്ധ കന്യകയും ആത്മശരീര ശുദ്ധതയെ വളരെയധികം വിലമതിച്ചിരുന്നു. ഞങ്ങളെയും ആ സുഹൃത്തത്തെ സ്നേഹിക്കുവാനും അഭ്യസിക്കുവാനും പ്രാപ്തരാക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ള ക്രിസ്തുനാഥന്റെ ദിവ്യവചസ്സുകളെ ഞങ്ങൾ പ്രാവർത്തികമാക്കി ദൈവീക ദർശനത്തിന് പ്രാപ്തരാക്കട്ടെ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. നീതിമാനായ യൗസേപ്പ് പിതാവേ, കുടുംബത്തിൻ നാഥനാം പുണ്യവാനേ, അമ്മയ്ക്കും ഈശോയ്ക്കും തണലായ താതാ, നിത്യവും ഞങ്ങൾക്ക് തുണയാകണേ. തിരുക്കുടുംബത്തിൻ്റെ പാലകനേ, തിരുസഭയുടെ സൽപിതാവേ, ഞങ്ങൾക്കായെന്നും